അതെല്ലാം എത്രമാത്രമാണ് എന്നത് പ്രധാനമന്ത്രി തിരിച്ച് അവരോടും സംസാരിക്കുന്നുണ്ട്. ഈ ദുരന്തത്തെക്കുറിച്ച്, ഈ ദുരന്തം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട എല്ലാ ടെലിവിഷൻ സ്ക്രീനുകളിലേക്കും നോക്കുന്നുണ്ടായിരുന്നു. അതിലെ ദൃശ്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി വെള്ളാർമലയിലേക്ക് തന്നെ തനിക്ക് ആദ്യം എത്തണമെന്ന് നിർദ്ദേശിച്ചത്. അവിടെ ഉണ്ടായിരുന്ന വലിയ പാറക്കൂട്ടങ്ങൾ, ആ പാറക്കൂട്ടങ്ങൾക്ക് ഇടയിൽപ്പെട്ടുപോയ മനുഷ്യർ, അവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. 1/2 ഏക്കർ ഭൂമിയും അതിന് നടുവിലൊരു വീടുമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. തൻ്റെ വീട്ടിലേക്ക് എല്ലാവരെയും ഓടിച്ചു കയറ്റിയ മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രദേശത്തേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ ആ മനുഷ്യർക്ക് ഉണ്ടായ നഷ്ടത്തിൻ്റെ ആഘാതം എത്രമാത്രം വലുതാണ് നോക്കൂ. ഹാരിസൺസ് എസ്റ്റേറ്റിൻ്റെ മറ്റൊരു ഭാഗം നമുക്കവിടെ കാണാം. അവിടെ ഇപ്പുറത്തേക്ക് അവിടെ മുഴുവൻ തകർന്നു കിടക്കുകയാണ്. അവിടെയെല്ലാം ഈ പുഴ കയറി വന്ന പ്രദേശമാണ്. ഒപ്പം മണ്ണിടിഞ്ഞു വീണ പ്രദേശമാണ്. മലയിടിച്ചിലും ഉരുൾപൊട്ടലും ഒന്നിച്ചു വന്നപ്പോൾ ആ നാടിന് താങ്ങാൻ കഴിഞ്ഞില്ല. അവശേഷിക്കുന്ന വീടുകൾ നമുക്ക് ആ പ്രദേശത്ത് കാണാം. ആ അവശേഷിക്കുന്ന വീടുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യരെ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവർക്ക് ഒരു പുനരുജ്ജീവനം ആവശ്യമാണ്. വെള്ളാർമലയിൽ നിന്നുള്ള കാഴ്ചകൾ അത് പ്രധാനമന്ത്രി കണ്ടു മനസ്സിലാക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു നാടൊന്നാകെ ഇല്ലാതായ ഈ പ്രദേശത്തൊക്കെ വീടുകളുണ്ടായിരുന്നു. അവിടെയുള്ള മനുഷ്യർ കുഞ്ഞുങ്ങളൊക്കെയായി സന്തോഷമായി ജീവിച്ചിരുന്ന, മതിലുകളില്ലാത്ത മനുഷ്യർ, സ്നേഹത്തോടെ ജാതിമത വ്യത്യാസമില്ലാതെ ജീവിച്ചിരുന്ന മനുഷ്യർ. ആ സ്കൂളിന് പിൻഭാഗത്തുള്ള കാഴ്ചകൾ അതിപ്പോൾ തകർന്നു കിടക്കുന്നത് നമ്മുടെ മനസ്സ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഉരുൾപൊട്ടലുണ്ടായ വെള്ളാർമല സ്കൂളിൻ്റെ മറുഭാഗമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ADGP കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ദുരന്ത മേഖലയിലുടനീളം ADGPയും സംഘവും ഉണ്ടായിരുന്നു. ദൗത്യ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് അവിടെ ഈ ജനവാസ മേഖലയിലുടനീളം ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. പുനരധിവാസം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ട്. കാരണം അത്ര വലിയ ആഘാതമാണ് വെള്ളാർമലയ്ക്ക് ഉണ്ടായത്. ഇനി ബെയിലി പാലത്തിലേക്കാണ് വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗത്ത് നടന്നു കണ്ടതിന് ശേഷം പ്രധാനമന്ത്രി പോവുക. ബെയിലി പാലത്തിൻ്റെ ഭാഗത്തേക്ക്. ആ പാലം നിർമ്മാണം നടന്നതിന് ശേഷമാണ് അവിടെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞത്. എന്തായാലും മരണം ബാക്കിയാക്കിയ മനുഷ്യർ അവിടെയുണ്ട്. ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ പോയതിനു ശേഷം അവശേഷിക്കുന്ന മനുഷ്യർ അവിടെയുണ്ട്. അവർക്കാവശ്യമായ ഒരു പുനരധിവാസമാണ് ഈ നാടിന് ആവശ്യം. നോക്കൂ, ആ തകർന്നു കിടക്കുന്ന വീടുകൾ, ആ വീടുകളിൽ ഉണ്ടായിരുന്ന മനുഷ്യർ അവരിപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയില്ല. പലരെയും കാണാതായിട്ടുണ്ട്. കാണാതായവരുടെ മൃതദേഹം ആണോ ഈ തിരിച്ചറിയാത്ത മൃതദേഹമായി സംസ്കരിച്ചതെന്നറിയില്ല. അങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രം ഒരു നാടിൽ അവശേഷിക്കുമ്പോൾ അവിടെ കാണുന്ന ആ വീടുകൾ, അവിടെ ആ ചെളി അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്രധാനമന്ത്രി കൈ ചൂണ്ടിക്കാണിക്കുന്നതിന് വലതുഭാഗത്തുള്ള വീട്ടിലുള്ള മനുഷ്യർ പൂർണ്ണമായും രക്ഷപ്പെട്ടതാണ്. എന്നാൽ അതിനപ്പുറത്തുള്ള വീടുകൾ, മണ്ണെടുത്തു പോയ ഈ പാറകൾ വന്നു കിടക്കുന്നിടത്ത് 10ഓളം വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളെല്ലാം ആ പാറകൾക്കടിയിലായി പോയി. അവിടെ കാപ്പിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, പൂന്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങൾ കളിച്ചു നടന്നിരുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അവിടേക്കൊരു വഴി ഉണ്ടായിരുന്നു. ഇന്നവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ഒരു പ്രേതപ്പറമ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാറക്കൂട്ടങ്ങൾ വന്നു കിടക്കുന്ന ഒരു പറമ്പായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു.